ഹലോ അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പം മട്ടൻ കഴുകുന്ന നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പം നല്ല ചെറുനാരങ്ങ പിഴിയുക. കല്ലുപ്പാണ് ശരിക്കും വേണ്ടത്. ചെറുനാരങ്ങ ഒന്നെന്നെ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. അപ്പം 4-5 കഷ്ണം ഞാൻ മട്ടന എടുത്തിട്ടുള്ളത് വലിയ പീസായിട്ട് എടുത്തിന് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉപ്പും കൂടി ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. എന്നാലാണ് ചില ആൾക്കാരെല്ലാം അതാണ് ഈ മട്ടൻ തിന്നട്ടെ, അതിനൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അത് കഴിക്കാൻ തോന്നില്ല. ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ചെറുനാരങ്ങ പിഴിയുക, നല്ല കല്ലുപ്പ് ഇടുക, ഒരു 10 മിനിറ്റ് അങ്ങനെ വെക്കുക. എന്നിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഒരു 5-8 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ സ്മെല്ല് അങ്ങ് പോകും. നല്ല മട്ടൻ്റെ പീസ്, ഫ്രഷ് മട്ടനായിരുന്നു കേട്ടോ. കണ്ട. അപ്പം ഞാൻ എന്താക്കി, ഈ മട്ടന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മട്ടൻ ബിരിയാണി അല്ലേ, ഉള്ളി വേണം. ഒറ്റൊരു ഉള്ളി എടുത്തത്, അത് വലിയ ഉള്ളിയാണ് കേട്ടോ. ഇത് നമുക്ക് പൊരിക്കാനും മാറ്റി വെക്കണം. പിന്നെ വേണ്ടത് എനിക്ക് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അതേപോലെ 4-5 അണ്ടിപ്പരിപ്പ് വേണം. അത് വെള്ളത്തിൽ പുതിർത്താൻ വെച്ചതാണ്. ഇത് നിർബന്ധമാണ് കേട്ടോ. ഇതെന്തായാലും വേണം. തേങ്ങാപ്പാലും ഇതും വേണം. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇത്രയും സാധനം വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും എല്ലാം തട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ കണ്ട 10 മിനിറ്റായി. നന്നായിട്ട് 5-8 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. കണ്ട ആ ഉപ്പും നാരങ്ങയും പിഴിഞ്ഞുകൊണ്ടാണ് അങ്ങനെ നല്ല ഇളകിപ്പോകുന്നത്. ഇതേപോലെ അതിൻ്റെ ഈ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ കഴുകിയെടുക്കുക. നന്നായിട്ട് കഴുകണം. നന്നായിട്ട് വൃത്തിയായി ഇതേപോലെ വേണം. ഈ ബീഫ് മട്ടനെന്നല്ല, ബീഫും ചിക്കനും എല്ലാം ഇങ്ങനെ കഴുകുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. വെള്ളമില്ലാതെ വേണം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. നല്ല മട്ടൻ പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറേ സമയമായിട്ട് തോന്നുന്നത്. ബിരിയാണി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു സാധനമാണെങ്കിലും നമ്മൾ അതിൻ്റെതായ മൈൻഡിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ പറ്റും. അതൊരു മുളക് വരുത്തിയത് ചമ്മന്തി ആണെങ്കിൽ പോലും അതിനൊരു മനസ്സുണ്ട്. ആ ഒരു മനസ്സോടെ വേണം കുക്ക് ചെയ്യാൻ. എന്തെങ്കിലും ഒന്ന് ആക്കി കൂട്ടി എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താവും, ടേസ്റ്റോടെ കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു മനസ്സും ആ ഉണ്ടാക്കുന്ന എന്നോടൊരു സ്നേഹവും കാര്യങ്ങളും സന്തോഷത്തോടെ ഉണ്ടാക്കുന്നതും അങ്ങനെ ആകുമ്പോഴേ എന്താക്കുള്ളൂ, നമ്മൾ ബിരിയാണി ആയാലും ചമ്മന്തി ആയാലും നല്ല ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ഉള്ളി പൊരിച്ചെടുക്കണ്, അതിൽ ക്യാരറ്റ് ഇട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് മുന്തിരി ഇട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താക്കുക, അതൊന്ന് മാറ്റി വെക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും എല്ലാം അരച്ചിട്ട് മട്ടൻ ബിരിയാണി വെക്കുന്നവർക്കറിയാം അതിന് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന്. അതിന് അങ്ങനെ വെക്കുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ ആ എണ്ണ തന്നെയാണ് ഞാൻ മസാല ആക്കാൻ എടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ ആ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് മട്ടൻ മസാല ആക്കാൻ. ഞാൻ കുക്കറിലാണ് ഇടുന്നത്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പം തന്നെ ഇവിടെ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-2:30 മണി എല്ലാം ആകുമ്പോഴേ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട്. ഉള്ളി അതാ നമ്മൾ അതിന് കുറച്ച് പൊരിക്കാനെടുത്ത് ബാക്കി നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വാട്ടിയെടുക്കുക. ഈ സമയം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടി വരും. പിന്നെ ഒരു കാര്യം, മട്ടനിൽ എപ്പോഴും ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിടണം. മട്ടനിലൊരു ഉപ്പിൻ്റെ ഒരു ഇതുണ്ട്,
അപ്പോൾ ഒരിക്കലും കൂടാൻ പാടില്ല കേട്ടോ. നമുക്ക് ഉപ്പില്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക, പക്ഷെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഇതേപോലെ നന്നായിട്ട് വാടി ഇതായി വരണം, അലിഞ്ഞ് വരണം കേട്ടോ. ആ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വരണം. നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇത് ആരും എന്താക്കരുത്, പിന്നെ ഫുള്ള് വീഡിയോ കാണുക, എന്നിട്ട് ഇതേപോലെ മട്ടൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി വേണം കേട്ടോ, ചെറിയുള്ളിയും കൂടി ചതച്ചതാണ് ഇതിൽ ഇട്ട് കൊടുത്തത്. പച്ചമുളക് നിങ്ങൾ ആവശ്യത്തിന് എരിവുള്ളതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ എന്താന്ന് പറയാൻ നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പോൾ ആളനുസരിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനവും അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, അതും നമ്മളെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ, കൂടുതലാവരുത്. നമുക്ക് മട്ടനിൽ നല്ലൊരു എന്താ പറയുക, ഒരു മട്ടൻ്റെ മസാല കാണുമ്പോൾ തന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി, എല്ലാം ഒരു സ്പൂണും ഇല്ല, അര സ്പൂണും ഇല്ല, ഒരു നുള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നുള്ളു മുളകും പൊടി. കണ്ട, മുളകും പൊടി വേണമെന്നില്ല, പിന്നെ മട്ടൻ ആയതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. കൂടുതൽ വേണ്ടത് നമുക്ക് കുരുമുളകും ഗരം മസാലയും വേണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടുന്നത് ഗരം മസാലയാണ് കേട്ടോ. ഒരു സ്പൂണ് ഗരം മസാല ഇട്ടു, അതേപോലെ കുരുമുളക് പൊടി. ഇതിൽ നമ്മൾ ബിരിയാണി മസാല അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എന്താ കുരുമുളക് പൊടി, അത് ഒരു മുക്കാൽ സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഈ മസാലൻ്റെ കുത്തെല്ലാം ഒന്ന് പോകണം വാടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുക. മട്ടൻ കണ്ട ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല മട്ടനാണ് കേട്ടോ. നല്ല മട്ടനായിരുന്നു, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഞാൻ 2 വട്ടം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മട്ടനെല്ലാം. ആ മസാല സൂപ്പറായിരുന്നു. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ വേണ്ട. തൈരും ഇപ്പം കുറച്ചിട്ട് കൊടുക്കുക, ബാക്കി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കുക. ഈ തൈര് എന്ന് പറഞ്ഞാൽ ഈ പുളിയെല്ലാം ഇപ്പോൾ ഈ മട്ടൽ വേകുമ്പോൾ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഇനിയും നമുക്ക് കുറച്ചും കൂടി തൈരും ചെറുനാരങ്ങെല്ലാം പിഴിയണം, അതെല്ലാം പിന്നെ. അപ്പം ഞാനത് മൂടി വെച്ച് ഒരു 5 വിസിലടുപ്പിച്ചിന്. മട്ടൻ നന്നായിട്ട് വേവണം, അപ്പോഴാണ് അതിൻ്റെ ആയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ചോറ് വെക്കുന്നത് ഈ ചട്ടി ഞാൻ മാറ്റി കേട്ടോ. ആരും ഒന്നും പറയല്ല, വേറെ ചട്ടി ചോറ് വെക്കാൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പറയും താത്ത ചട്ടി പാത്രം മാറ്റി അത് പറ്റപ്പോയിന്ന് എനിക്കറിയാം. ഇനി നമ്മൾ ചോറ് വെക്കാൻ നെയ്യ് ഒഴിച്ച് വെളിച്ചെണ്ണ, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും നെയ്യ് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിലും നെയ്യ് കൊടുക്കുക. അപ്പം നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായി പെരുംജീരകം എല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാരറ്റും. അപ്പം ചോറിനൊരു കളറ് ചേഞ്ച് ആവും ഈ ക്യാരറ്റ് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കേണ്ട എന്താ മഞ്ഞൊരു കളറെന്ന്. അപ്പോൾ ചോറ് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിന്. അപ്പോൾ ഒന്ന് വറുത്തിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത്. ക്യാരറ്റ് ഒന്ന് വാടി കിട്ടണം, എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് അരി ഒന്ന് നമുക്ക് എന്താക്കണം, ഊറ്റി വെക്കണം കേട്ടോ. അരി 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെക്കണം. കഴുകിയിട്ട് വെള്ളത്തിലിട്ടാൽ മതി, പിന്നെ ഊറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് അറിയുന്ന പോലെ തന്നെ ആയിരിക്കും അധികം എടുക്കും. അറിയാത്ത ആൾക്കാരും ഇപ്പം പഠിച്ച് വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് മട്ടൻ ബിരിയാണി ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ആ നെയ്യിലും വെളിച്ചെണ്ണയിലെല്ലാം കിടന്ന് നല്ല സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇതാ തിളച്ച വെള്ളം മാത്രം. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് അരി ഇട്ടിന് ഞാനിത് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിന് കേട്ടോ.
അത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം, ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം, കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ മഞ്ഞായിട്ട് കിടക്കുന്ന ക്യാരറ്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ചോറിൽ. അതാ വിചാരിച്ച് ഓവർ ഇടും വേണ്ട, പിന്നെ നിങ്ങൾ രുചി നോക്കിയിട്ട് ഇട്ടാൽ മതി. നമുക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ നമുക്ക് ഇത് എത്ര ഇടേണ്ടിയെന്നെല്ലാം കണക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഈ ഫസ്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികളെല്ലാം നോക്കിയിട്ട് മാത്രം ഇടുക. പിന്നെ ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പൊന്നും പെട്ടെന്ന് ഇട്ട് കൊടുക്കരുത്. നമ്മളെല്ലാം ഒരുപാട് കാലം കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം അതൊരു കണക്ക് പോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ചില്ല. ഇനി ചെറിയ തീയിൽ വേണം ചോറ് വേവിച്ചെടുക്കാൻ. ചോറ് ഇപ്പം നമ്മളിതാവും കണ്ട. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കണം കേട്ടോ, കരിവേപ്പിൻ്റെ ഇല. അപ്പം നമ്മൾ ചോറ് ഇനി മൂടി വെച്ചിട്ട് അതവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമ്മളെ മസാലയിൽ കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. മസാല ഈ കുറച്ച് വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. കണ്ട, ഈ കളറ് വേണം നമുക്ക് കിട്ടാൻ ബിരിയാണിക്കുള്ള. കുറച്ചൊന്ന് ഇതാവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഈ സമയം ഉപ്പും കാര്യങ്ങളെല്ലാം നോക്കണം, ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പം നല്ല വറ്റി. ഇനി ഇതാ ഒന്ന് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇത് തേങ്ങാപ്പാലിൽ അണ്ടിപ്പരിപ്പ് അരച്ചതാണ്, അതൊന്ന് ഒഴിച്ച് കൊടുക്കണം. ഏറ്റവും ടേസ്റ്റ് ഇതാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോഴാണ് നമ്മളെ മട്ടൻ ബിരിയാണിക്ക് സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വെള്ളമൊന്നും കൂടുതലല്ല, ഇതെല്ലാം ദമ്മിടുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്ത്, പുളി കുറവാണെങ്കിൽ തൈര് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിതാ വീണ്ടും തൈര് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി മസാലയായിരുന്നു. ഇതാ ഒന്നാമത് ആ നെയ്യിലെല്ലാം കിടന്ന് മട്ടന് ഇതായി നല്ല വെന്തിന്. അപ്പോൾ ഇത് വെള്ളം കൂടുതലല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് കറക്റ്റാണ്. നമ്മൾ ദമ്മിടുമ്പോൾ കറക്റ്റ് മസാലയാണ്. ഒരു തുള്ളി വെള്ളം, ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല ഇവിടെ റെഡിയായി, ചോറ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഞാൻ ദമ്മിടാൻ പോണത്. അപ്പോൾ ഈ ചോറെല്ലാം എടുത്തിട്ട് നമുക്ക് മാറ്റാം. അപ്പം എല്ലാവരും ഈ മട്ടൻ ബിരിയാണി ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, പിന്നെ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ. ഇപ്പം നമ്മൾ ദമ്മിടലുണ്ട് കണ്ടോ. ഇപ്പം തന്നെ നമ്മൾ ആ വെള്ളമെല്ലാം വറ്റി. ഇനി ഒരിക്കലും നമ്മൾ ചോറും കൂടി ഇട്ട് 10-20 മിനിറ്റ് ദമ്മിടുമ്പോൾ കറക്റ്റായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മളെ അടിപൊളി മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി. ഇനി അതിൻ്റെ മുകളിൽ ഫുള്ള് ഞാൻ അത്ര അരിയേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഫുള്ള് ചോറും, കൂടുതലുള്ളവർക്ക് 2-3 തട്ടെല്ലായിട്ട് ദമ്മിട്ട് കൊടുക്കുക. ടേസ്റ്റാണ്. ഞാൻ പക്ഷേ ഒറ്റയടിക്കാണ് ഇടുന്നത്, ഞാൻ അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫുള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ്. ഇനി ഇതിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ദമ്മിട്ടിട്ട് ഒരു 10-15-20 മിനിറ്റ് ഇരുന്നാലും കുഴപ്പമില്ല. ചോറ് കറക്റ്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെള്ളമെല്ലാം കറക്റ്റാണ്, അപ്പോൾ വെന്ത് പോകുന്നില്ല. ഒന്നാമത് വറുത്ത അരി, ചോറ് അരി വറുത്തിട്ടാണെങ്കിൽ ഒരിക്കലും ഒന്നിമൊന്നുമ്പോൾ തൊടുവില്ല, വെന്ത് പോവില്ല കേട്ടോ. അപ്പോൾ അറിയാത്ത കുട്ടികൾ വറുത്തിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പോൽക്കാ ടെൻഷൻ ആവും. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ ഉള്ളിയും ക്യാരറ്റും പുതിനയും മല്ലിയും എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നല്ല ടേസ്റ്റായ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായി. ഈ മട്ടൻ ബിരിയാണി എല്ലാം ഞാൻ ഒരുപാട് വെക്കുന്നതാണ്, ഒരുപാട് വീട്ടിൽ വെക്കുന്നതാണ്. കുട്ടികളെ ബർത്ത്ഡേ കാര്യക്കെല്ലാം വിളിക്കുമ്പോൾ എല്ലാം വെക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ വീഡിയോക്ക് മാത്രമായിട്ട് വെക്കുന്നൊരു സംഭവമല്ല കേട്ടോ. ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ട് കുറ്റം പറയാത്തൊരു മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് പറയുക. കണ്ടോ, നമ്മളെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവുക. പക്ഷേ ഈ ബിരിയാണി എല്ലാം ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും എല്ലാം വേണം. പക്ഷേ ഞാൻ ആദ്യം റെക്കോർഡ് കൊടുത്തിട്ടാണ്, പക്ഷേ അപ്പുറത്തെ സൗണ്ട് ഭയങ്കര. അപ്പം ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാൻ ഇതേപോലെ റെക്കോർഡ് നേരെ കൊടുക്കുകയായിരുന്നു. പക്ഷേ അപ്പുറം എന്തോ തട്ടലും മുട്ടലും ഇന്നലെ തൊട്ട് തുടങ്ങിയതുപോലെ പിന്നെ സൗണ്ട് ഞാൻ കൊടുത്തു. കണ്ട, അടിപൊളി ബിരിയാണി കണ്ട, ഒരു തുള്ളി കണ്ട കറിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അടിപൊളി ബിരിയാണി. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണുക. അതേപോലെ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ വേണ്ടപ്പെട്ടവരോടാണ് പറയുന്നത്. എൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് വീഡിയോ കാണുക. ഫുള്ള് വീഡിയോ കാണാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ കണ്ടാൽ മതി പ്ലീസ്. അപ്പോൾ എല്ലാം ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക. അതായത് ലൈക്ക് അടിക്കുക, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ തോന്നുന്നത്. അപ്പം എന്നാൽ ഞാൻ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ബിരിയാണി ആയാൽ എനിക്ക് അച്ചാർ വേണം കേട്ടോ, അത് നിർബന്ധമാണ്. നല്ല ചൂടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആ പീസ് എടുത്തൊന്ന് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ ഭയങ്കര ചൂടാണ്, തൊടാനേ വയ്യ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളൊരു ഫ്രണ്ട് മെസ്സേജ് വിട്ടും കൊണ്ട് ഓക്കെന്താണാവോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വീണ്ടും ഒരു പീസും കൂടി എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ പൊതിച്ചോറ് തിന്നാൽ ഇതെല്ലാം ആരെങ്കിലും ഒരാളും കൂടിയോ ഇല്ല 2 3 നല്ല രസമാണ് കഴിക്കാനില്ല. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെതായ മടി ഉണ്ടാവും. അപ്പം ഞാൻ ഇപ്പം ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞ പാടും ഞാൻ നാട്ടിൽ നേരെ വീഡിയോ കോൾ ചെയ്യും. ഓലോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ് കേട്ടോ. അധിക സമയം ഞാൻ വീഡിയോ കോൾ ഇട്ട് മക്കളോട് സംസാരിക്കുമ്പോൾ മോളോട് സംസാരിച്ച്, അല്ലെങ്കിൽ താത്താൻ്റെ മോളെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ മോളെ വിളിക്കും. എന്നിട്ട് വീഡിയോ ഇട്ടിട്ട് സംസാരിച്ചും കൊണ്ടാണ് പിന്നെ ഫുഡ് കഴിക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചൂടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നോമ്പെല്ലാം വരികയാണ്. എല്ലാവരും വീടും കാര്യങ്ങളെല്ലാം ക്ലീനാക്കുന്ന മുന്നേ നമ്മളെ മനസ്സും ശരീരമെല്ലാം നമ്മൾ ശുദ്ധീകരിക്കുക.